Hello friends, Introductory Economics in the വളരെ പ്രധാനപ്പെട്ട ഏരിയ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ത് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് റിലേറ്റഡ് ഏരിയാസ്. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. So we can expect a number of questions from this area. It is very easy to score high mark. Full mark നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് മൈക്രോ എക്കണോമിക്സ്. Here we need conceptual clarity and in your answer you should add mathematical representation like functional relationship between variables plus diagrammatic representation and its explanation or analysis. ഈ വീഡിയോസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സീരീസ് ഓഫ് അനാലിസിസ് ആണ്. ഇത് പാർട്ട് 1 ആണ്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വീഡിയോസ് മുറതെറ്റാതെക്കാണ് ഒരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓരോ ഏരിയ വളരെ ക്ലിയർ കട്ടായിട്ട് സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. വരുന്ന സബ്സിക്വൻറ്റ് വീഡിയോസ് മറക്കാതെ കാണണം. റൈറ്റ്? We can start our analysis. First, law of demand. വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറയുമ്പോൾ. ആരോട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറയുന്ന ഒരു ആൻസർ ആണെന്ത് ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. But here we need to understand some concepts. Then only this topic is very easy as well as very interesting. Right? അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ടത് see this analysis is based on consumers point of view. Right? Consumers point of view. മറക്കരുത്. കാരണം ബയേഴ്സിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ലോ ഓഫ് ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബയർ വിൽ തിങ്ക് അബൌട്ട് ദ യൂട്ടിലിറ്റി ദാറ്റ് ഹി വിൽ ഗെറ്റ് ഫ്രം ദാറ്റ് പ്രോഡക്റ്റ്. അദ്ദേഹം ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന പ്രോഡക്ട്സ് മിനിമം ആ ക്യാഷിൻ്റെ അനുബന്ധമായിട്ടുള്ള യൂട്ടിലിറ്റിയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് കൺസ്യൂമർ ഈസ് റെഡി ടു പർച്ചേസ് ദാറ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആ അനാലിസിസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. ഓക്കെ, മാർക്കറ്റ് ഫോഴ്സസ്. Right. See, there are two forces. First one, demand. That is our topic. ഈ മൊഡ്യൂൾ വരുന്നത് തന്നെയാണ് സപ്ലൈ. Okay, that we will discuss. Second forces we can say like this, supply. Or simply, demand and supply are the forces of market or market forces. Right. ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, കാരണം മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൾട്ടർനേറ്റീവ്ലി നോൺ ആസ് പ്രൈസ് തിയറി. വൈ? ഹിയർ ദ ഫണ്ടമെൻ്റൽ തിങ് ഈസ് ദാറ്റ് ദ ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ്. മൈക്രോ എക്കണോമിക്സിന് നമ്മൾ വിളിക്കുന്നത് ഓൾട്ടർനേറ്റീവ് പേരെന്താണ്? ഇൻകം തിയറി എന്നാണ്. ഓക്കെ, സോ ലോ ഓഫ് ഡിമാൻഡ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് വേണം. കൺസ്യൂമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ദ ഗോൾ ഓഫ് കൺസ്യൂമർ ഈസ് ടു മാക്സിമം യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹിസ് വാണ്ട്സ്. റൈറ്റ്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട്. ദറ്റ് ഈസ് ആൽഫ്രഡ് മാർഷൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. Then another analysis indifference curve analysis, that is modern approach. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ടോപ്പിക്ക് നല്ല രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. റൈറ്റ്? സോ ഞാൻ 2 പോയിന്റ്സാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, സെക്കൻഡ് വൺ മാർക്കറ്റ് ഫോഴ്സസ്. രണ്ടെണ്ണം ഉണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് കൺസ്യൂമേഴ്സ് അനാലിസിസിലാണ്, സപ്ലൈ എന്ന് പറയുന്നത് സെല്ലർ ഓർ പ്രൊഡ്യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. സപ്ലൈൻ്റെ പ്രത്യേകത എന്താണ്? ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. റൈറ്റ്? അവിടെ എയിം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം പ്രോഫിറ്റ്. കൺസ്യൂമറിൻ്റെ പെർസ്പെക്റ്റീവിലോ മാക്സിമം യൂട്ടിലിറ്റി. റൈറ്റ്? നൗ വി ക്യാൻ ഡിസ്കസ് ഹൗ ക്യാൻ വി സ്റ്റേറ്റ് ദി ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ പറയാം? 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. See, the law of demand expresses a relationship between the quantity demanded and its price. Law of demand expresses an inverse relation between price and demand.
The law refers to the direction in which quantity demanded changes with a change in price. See, it is very simple. We can simply say law of demand means, there is an inverse or negative relationship between price of the product and quantity demanded of that product. Right. That is, when price increases, quantity demand of that product will be decreased. Simple, very, very simple point. And on the other hand, when price declines, quantity demanded will be increased. That means there is an inverse relationship between price and quantity demanded. So I would like to state the law of demand like this. Ceteris paribus. There is an inverse relationship between price of the product and quantity demanded of that product. That means when price increases, the quantity demanded will be declined, and when price declines, the quantity demanded of that product will be increased. Okay? Law of demand, Alfred Marshall വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. You can add that point into your answer. ആൽഫ്രഡ് മാർഷലിൻ്റെ പെർസ്പെക്റ്റീവിൽ ലോ ഓഫ് ഡിമാൻഡ് അദ്ദേഹം ഡിഫൈൻ ചെയ്തത് എങ്ങനെയെന്നുള്ളത് നോക്കാം. The amount demanded increases with a fall in price and diminishes with a rise in price, according to Alfred Marshall. Right. Now, another important point here is that while we are discussing demand, please understand, demand എന്ന് പറയുമ്പോൾ, desireness or desire for a product, ആഗ്രഹം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് സ്വിഫ്റ്റ് കാറ് വാങ്ങുവാൻ അതിയായ ആഗ്രഹം. My question is that whether this desire becomes demand. What is your answer? Yes or no? See, the right answer is that never. ആ desire demand ആകണമെങ്കിൽ there should be 3 conditions that fulfill it. 3 conditions fulfill ചെയ്യണം. Okay? That is, desire demand ആകണമെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് there should be willingness to purchase that car from myself. എനിക്ക് ആ കാർ വാങ്ങാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം, ആഗ്രഹം ഉണ്ടാവണം, തീരുമാനം എടുക്കണം, വില്ലിങ് ആവണം, ഞാൻ വാങ്ങാം. സെക്കൻഡ് പോയിന്റ് is that there should be ability to pay. Okay? Ability to pay. സ്വിഫ്റ്റ് കാറ് 7 ലക്ഷം 8 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങുവാനുള്ള ആസ്തി, ഇൻകം എൻ്റെ കയ്യിലുണ്ടാവണം. പർച്ചേസിങ് പവർ ഷുഡ് ബി ദയർ. റൈറ്റ്. തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് there should be availability of the product. Availability of the product. Right. എനിക്ക് ആ സ്വിഫ്റ്റ് കാറ് വാങ്ങണമെങ്കിൽ എനിക്ക് ഡിസയർനെസ് ഉണ്ട്, വില്ലിങ്നെസ് ഉണ്ട്, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ബട്ട് സ്വിഫ്റ്റ് കാറ് നിലവിലില്ല, അവൈലബിൾ അല്ല. അത് ഡിമാൻഡ് ആവും അല്ല. സോ desire will become demand when 3 conditions fulfilled. What are they? There should be willingness, there should be ability to pay, and availability of the product. Another area that I would like to explain here, assumptions of law of demand. ലോ ഓഫ് ഡിമാൻഡിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്തൊക്കെയാണ്, അനുമാനങ്ങൾ എന്തൊക്കെയാണ്? സെറ്റീരസ് പാരിബസ്. Ceteris paribus, that means other things being equal or other things remaining the same. Okay. Ceteris paribus actually it is derived from a Latin language or Latin phrase. ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? പ്രോഡക്റ്റിൻ്റെ വിലയിൽ മാറ്റം വരുമ്പോൾ, അഥവാ പ്രൈസ് കൂടുമ്പം അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് സംഭവിക്കും, ഈ ഒരു മാറ്റർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ലോട്ട്സ് ഓഫ് ഫാക്ടേഴ്സ് ആർ ദെയർ. ആ ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്തു നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, നോ ചേഞ്ച്.
ആ ഐറ്റംസിൽ ഒരു ചേഞ്ചസും വരുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതിന് വെക്കുന്ന ഫ്രൈസാണ് എന്ത് സെറ്റീരസ് പാരിബസ്. ഓക്കെ, അസംഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കയ്യിലുള്ള കാറാണ് സ്വിഫ്റ്റ്, മാരുതിയുടെ സ്വിഫ്റ്റ് കാർ. ഞാൻ ആ വെഹിക്കിൾ വാങ്ങുമ്പോൾ കമ്പനി എനിക്ക് തരുന്ന മൈലേജ് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 26.5 കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. ഓക്കെ, അതാണ് എനിക്ക് മാരുതി കാറ് അഷ്യൂർ ചെയ്യുന്നത്. ബട്ട് ഞാൻ റോട്ടിൽ ഇറങ്ങി വണ്ടി ഡ്രൈവ് ചെയ്തപ്പം എനിക്കത് അറൗണ്ട് ഒരു 19 to 20 കിലോമീറ്റർ പെർ ലിറ്ററാണ് കിട്ടുന്നത്. ബട്ട് എനിക്ക് മാരുതി കമ്പനിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, മാരുതി കാറ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അസ്യൂം ചെയ്യുന്നുണ്ട് ആ കാറ് ഡ്രൈവ് ചെയ്യുമ്പം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള റോഡ് ഉണ്ടാവും, കുണ്ടും കുഴികളും ഗട്ടറൊന്നും ഉണ്ടാവില്ല, കയറ്റിറക്കങ്ങൾ കൂടുതലുണ്ടാവില്ല, ട്രാഫിക് ജാമുകൾ ഉണ്ടാവില്ല, ഗിയർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ല, വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും, ടയേഴ്സിൽ എയറും കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ ഫുള്ള് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓടിക്കുന്ന കാറിന് ആ കമ്പനി പറയുന്ന മൈലേജ് കിട്ടും. അത് ടെസ്റ്റ് ചെയ്തതാണ്. അതുപോലെ ലോ ഓഫ് ഡിമാൻഡ് പ്രാക്ടിക്കലാണ്, അപ്ലിക്കബിൾ ആണ്. വില കൂടുമ്പം പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. ബട്ട് അതിന് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ആ കണ്ടീഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അസംഷൻസ്. Now I think you got the point. Here the first assumption is that no change in the taste and preference of the consumer. ഉപഭോക്താവിൻ്റെ ബയേഴ്സിൻ്റെ ടേസ്റ്റിലെ പ്രിഫറൻസിലൊന്നും ഒരു മാറ്റം വരുന്നില്ല. റൈറ്റ്. ദെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമൈൻ കോൺസ്റ്റൻറ്റ്. ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. കാരണം എന്താ, പ്രൈസ് കൂടിയാലും ആ ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുകയാണ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ഇൻകം ഓഫ് ദ കൺസ്യൂമർ. തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് നോ ചേഞ്ച് ഇൻ കസ്റ്റംസ്. കസ്റ്റംസിലും ആചാരങ്ങളിലും ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ദെൻ ഫോർത്ത് വൺ, നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് അതർ പ്രോഡക്ട്സ്. ഇപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ ഡിമാൻഡ് ഏറ്റവും സെറ്റ് ചെയ്യുമ്പോൾ ഓറഞ്ച് അതുപോലുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ വിലയിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. റൈറ്റ്. ദെൻ ഫിഫ്ത്ത് വൺ, ഹാബിറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റിമൈൻ അൺചേഞ്ച്ഡ്. ഹാബിറ്റ്സിലും ഒരു മാറ്റവും വരുന്നില്ല. കാരണം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ സിക്സ്ത് പോയിന്റ് ഈസ് ദാറ്റ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദ കമ്മോഡിറ്റി. കമ്മോഡിറ്റി ഇപ്പോൾ ടീ ആൻഡ് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. കാരണം എന്താണ്, ടീൻ്റെ വില കൂടിയിട്ടില്ലെങ്കിലും ശരി ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ടീൻ്റെ ഡിമാൻഡ് കുറയും ഇഫ് ദർ ഈസ് എ കട്ട് ഇൻ ദി പ്രൈസ് ഓഫ് കോഫി. റൈറ്റ്. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യാണത് സബ്സ്റ്റിറ്റ്യൂട്ട്സിനും അതുപോലെ കോംപ്ലിമെൻ്ററി ഗുഡ്സിലും എന്താണ്, വിലയിൽ ഒരു മാറ്റവും ഇല്ല. ദർ ഈസ് നോ ചേഞ്ച്. റൈറ്റ്. ദീസ് ആർ ദ മേജർ അസംഷൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ്. ഈ ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മൈക്രോ എക്കണോമിക്സിൻ്റെ ടോപ്പിക്കിൽ വരുന്ന ഏരിയയാണ്. റൈറ്റ്. ലോ ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, മാർക്കറ്റ് ഫോഴ്സസ്, ദെൻ ഡിസയർ, വില്ലിങ്നെസ്, എബിലിറ്റി ടു പേ, അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ദെൻ ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ 6 അസംഷൻസ്. ഓക്കെ, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദ ലോ ഓഫ് ഡിമാൻഡ്. ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഡിമാൻഡ് ചെയ്യുന്നതിന് അത് തീരുമാനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ there are 11 factors or determinants of demand. Right. Determinants of demand, the direction and the volume of demand that will be decided by these factors. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുക, ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, വൺ ഓഫ് ദ ഡിറ്റർമിനൻസ്. ഓക്കെ, അപ്പോൾ ഒരു ഡിമാൻഡിൻ്റെ നാച്ചുറിന് അല്ലെങ്കിൽ എത്ര ഡിമാൻഡ് ചെയ്യണം, ഡിമാൻഡ് കൂടുമോ ഡിമാൻഡ് കുറയുമോ എന്നുള്ളതിനെ തീരുമാനിക്കുന്ന ഘടകങ്ങളാണ് എന്ത്, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ലെറ്റ് us explain these points. First point is that one of the determinants of demand is the price of the product. I don't want to explain more. കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Please watch that video. See here, inverse relationship. This is the relationship. There is a negative or inverse relationship between the price of the product and quantity demanded of that product. ബ്രെഡിൻ്റെ വില കൂടുമ്പോൾ ബ്രെഡിൻ്റെ ഡിമാൻഡ് കുറയും, ആൻഡ് വൈസ് വേഴ്സ.
So price of the product, inverse relationship. The second determinant is that price of related goods. This is very, very, very important. Here we need to explain two types of product. First one substitute products. Substitute products. Okay. Then complementary goods or complementary products. Complementary goods. Okay. Substitute goods in the simple ആയിട്ട് explain ചെയ്യാം. Substitute goods, tea and coffee. Okay. Tea and coffee. കാരണം എന്താണ്, കൺസ്യൂമറിന് രണ്ട് പ്രോഡക്ട്സും സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ടീ ലഭ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ ടീൻ്റെ വില കൂടുമ്പോൾ then people will demand coffee more. Right. ഇനി കോഫി പ്രോഡക്റ്റ്, ഇപ്പോൾ സപ്പോസ് the price of coffee will be increased. What will happen? The demand for tea will be increased. Right. അപ്പോൾ മറ്റൊരു പ്രോഡക്ട്സിൻ്റെ വിലയെ ആസ്പദമാക്കിയിട്ട് ഒരു പ്രോഡക്ട്സ് അല്ലേ, കാരണം എന്താണ്, ടീക്ക് കോഫിനെ റീപ്ലേസ് ചെയ്യാം. ഓർ കൺസ്യൂമേഴ്സ് ബിലീവ് ദാറ്റ് ദേ ക്യാൻ സാറ്റിസ്ഫൈ ദ നീഡ്സ് ബൈ യൂസിങ് ഐദർ ടീ ഓർ കോഫി. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. കോഫിൻ്റെ വില കൂടുമ്പോൾ ടീൻ്റെ ഡിമാൻഡ് കൂടും. ഓർ ടീയുടെ വില കൂടുമ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ദെൻ വാട്ട് അബൌട്ട് കോംപ്ലിമെൻ്ററി ഗുഡ്സ്? കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രത്യേകത, കൺസ്യൂമേഴ്സ് യൂസ് ബോത്ത് പ്രോഡക്ട്സ് ടുഗദർ. ഞാനൊരു എക്സാമ്പിൾ പറയാം. കാർ ആൻഡ് പെട്രോൾ, ഒരുപാട് cereals and milk, bread and butter, lots of products are there. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രത്യേകത, സപ്പോസ് പെട്രോളിൻ്റെ വില കൂടി, കാരണം എന്താ, കാറ് ഓടിക്കണമെങ്കിൽ എന്ത് വേണം, പെട്രോൾ വേണം. പെട്രോളിൻ്റെ വില കൂടിയാൽ പീപ്പിൾ വിൽ ഡിമാൻഡ് ലെസ്, കാറിൻ്റെ ഡിമാൻഡ് കുറയും. ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. സോ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ രീതിയിലും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യണം. റൈറ്റ്. ദറ്റ് ഈസ് ഓൾസോ അനദർ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്. Then third point is that price expectations. This is also very interesting concept, price expectations. ഇപ്പം നിങ്ങൾ സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ, അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ പ്രോഡക്റ്റിൻ്റെ വില കൂടും. എന്തായിരിക്കും ചെയ്യുക? കറണ്ട് കൺസംഷൻ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്ന ആൾ ഇന്ന് ആ പ്രോഡക്റ്റ് കൂടുതൽ വാങ്ങും. കാരണം എന്താണ്, ഭാവിയിൽ നാളെയോ മറ്റന്നാളോ ഇനി അടുത്ത മാസം ആ പ്രോഡക്റ്റിൻ്റെ വില കൂടും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഡിമാൻഡ് ഫോർ ദാറ്റ് പ്രോഡക്റ്റ് കറൻ്റ്ലി വിൽ ബി ഇൻക്രീസ്ഡ്. ആൻഡ് സപ്പോസ് ഫ്യൂച്ചറിൽ വില കുറയുമെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൺസ്യൂമർ എക്സ്പെക്ട്സ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ദ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽ ബി ഡിക്രീസ്ഡ് ഇൻ ഫ്യൂച്ചർ. വാട്ട് വിൽ ഹാപ്പൺ? ദ കൺസ്യൂമർ വിൽ പർച്ചേസ് ദാറ്റ് പ്രോഡക്റ്റ് വെരി ലോ കറൻ്റ്ലി. അല്ലേ, ഞാൻ നാളെ ഒരു പ്രോഡക്റ്റിൻ്റെ വില കുറയുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് തീർച്ചയായിട്ടും കുറയും. ദിസ് ഈസ് അബൌട്ട് പ്രൈസ് എക്സ്പെക്ടേഷൻസ്. ഫോർത്ത് വൺ കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. റൈറ്റ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കൺസ്യൂമർ ടേസ്റ്റ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുകയാണ് ഇപ്പോൾ ഫൗണ്ടൻ പെന്നിൻ്റെ പകരം ബോൾ പെൻ. അപ്പോൾ ടേസ്റ്റ് മാറാണ്. അതുപോലെ ആളുകൾക്ക് ഒരു പ്രോഡക്ട്സിന് ഫേവറബിൾ ആയിട്ടുള്ള ടേസ്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടും. അൺഫേവറബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറയും. ദെൻ ഫിഫ്ത്ത് വൺ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് ഇവിടെ. തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, ഒരു കൺസ്യൂമറിൻ്റെ വരുമാനം കൂടുമ്പോൾ ഹി വിൽ ഡിമാൻഡ് മോർ പ്രോഡക്ട്സ് ആൻഡ് വൈസ് വേഴ്സ. വെൻ ഇൻകം ഡിക്രീസസ്, വാട്ട് വിൽ ഹാപ്പൺ? ദ കൺസ്യൂമർ വിൽ ഡിമാൻഡ് ലെസ് പ്രോഡക്റ്റ്. ദെൻ സിക്സ്ത് ഡിറ്റർമിനൻ്റ് ഈസ് ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഓക്കെ. ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ദ പേഴ്സൺ ഗെറ്റ്സ് മോർ ഇൻകം ആൻഡ് ഹീ പ്രിഫേഴ്സ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ദാറ്റ് പ്രോഡക്റ്റ് ഡിമാൻഡ് വിൽ ബി ഇൻക്രീസ്ഡ്. എക്കോണമിയിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് വാങ്ങുന്ന കസ്റ്റമേഴ്സിനാണ് വരുമാനം കൂടുതൽ ലഭിക്കുന്നുവെങ്കിൽ ആ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടും. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറയും. ദെൻ സെവൻത്ത് വൺ വെൽത്ത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമർ ഗെറ്റ്സ് ഇൻകം ഓർ അഡീഷണൽ ഇൻകം ഫ്രം വെൽത്ത്. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ആവട്ടെ, ഡിബഞ്ചർ ഹോൾഡർ ആവട്ടെ, ബിൽഡിംഗ് ഉണ്ടാവട്ടെ, ലാൻഡ് ഉണ്ടാവട്ടെ, പീപ്പിൾ ഗെറ്റ്സ് മോർ വെൽത്ത് മീൻസ് he gets more income. Wealth definitely generates income. Then that will definitely increase the demand for products.
ആൻഡ് വൈസ് വേഴ്സ. വെൽത്ത് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും. ദെൻ സൈസ് ഓഫ് പോപ്പുലേഷൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, പോസിറ്റീവ്ലി റിലേറ്റഡ്. സൈസ് ഓഫ് പോപ്പുലേഷൻ മീൻസ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ആൾസോ ഇൻക്രീസിങ്. Size of the market will be increased. Definitely there will be higher demand for products. ആളുകളുടെ എണ്ണം കൂടും. ഇപ്പോൾ 2 പേരടങ്ങുന്ന ഫാമിലിയാണോ 10 പേരുള്ള ഹൗസ് ഹോൾഡ് ഫാമിലിക്കാണോ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക? ജസ്റ്റ് അസ്യൂം. സോ സൈസ് ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ഡിമാൻഡ്. ദെൻ 9th one അഡ്വർടൈസ്മെൻറ്റ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ? അഡ്വർടൈസ്മെൻറ്റ്. പല പ്രോഡക്ട്സുകളും നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അഡ്വർടൈസ്മെൻറ്റ്. അത് ഫിലിം സ്റ്റാർസ് ആവട്ടെ, സ്പോർട്സ് സ്റ്റാർസ് ആവട്ടെ, അവർ നൽകുന്ന അഡ്വർടൈസ്മെൻറ്റ്, ദെൻ പാക്കിംഗ് ആൻഡ് ലോട്ട്സ് ഓഫ് തിങ്സ് ദാറ്റ് ഈസ് ഓൾസോ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഓർ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്. ബ്രാൻഡ്, റെപ്യൂട്ടേഷൻ, അഡ്വർടൈസ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നു. ദെൻ 10th point is that weather. See, ഇപ്പോൾ ഹോട്ട് സീസൺ ആകുമ്പോൾ എന്താണ്? കൂൾ ഡ്രിങ്ക്സിൻ്റെ ഡിമാൻഡ് കൂടും. അതുപോലെ വൂളൻ ബ്ലാങ്കറ്റ്സിൻ്റെ ഡിമാൻഡ് കൂടും വിൻ്റർ സീസണിൽ. ഓക്കെ, അപ്പോൾ വെതറും എന്താണ്? ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പ്ലേസ്, കൺസ്യൂമർ താമസിക്കുന്ന സ്ഥലം, സൈസ് ഓഫ് ദ ഫാമിലി ആൻഡ് ഓൾ അതർ തിങ്സ്. സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, കസ്റ്റംസ് ആവാം, ഹാബിറ്റ്സ് ആവാം, അതുപോലെ സൈസ് ഓഫ് ദ ഫാമിലി, ഓൾ ദീസ് തിങ്സ് വിൽ അഫക്റ്റ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞിരുന്നത് ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അവിടെ നമ്മളൊരു ടേം വെച്ചിരുന്നു, സെറ്റീരസ് പാരിബസ്, അതർ തിങ്സ് റിമൈനിങ് ഈക്വൽ. ഓക്കെ, ആ അതർ തിങ്സ് ആണ് ഇവിടെ പ്രൈസ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എസ്സേ വരും, 5 മാർക്ക് വരും. റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഈ 11 പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, റിവിഷൻ നടത്തുക, ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.